വാർത്തയിലേക്ക് വിശദമായി. വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിന് പോക്സോ കേസിൽ കടുത്ത ശിക്ഷ. 3 ജീവപര്യന്തം തടവും വിവിധ വകുപ്പുകളിലായി 24 വർഷം കഠിന തടവുമാണ് എറണാകുളം ജില്ലാ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. മോൻസനെതിരെ ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും കോടതിയിൽ തെളിഞ്ഞു. പ്രതി മോൻസൺ മാവുങ്കലിനെതിരെ ചുമത്തിയ 13 കുറ്റങ്ങൾ 10ലും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇതോടെ 3 ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി 24 വർഷ കഠിന തടവുമാണ് എറണാകുളം പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പോക്സോ ആക്ട് 5 പ്രകാരം 5,25,000 രൂപയും കോടതി പിഴ വിധിച്ചു. ഈ തുക കെട്ടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോൻസൺ 6 മാസം കൂടി ജയിലിൽ കഴിയണമെന്നും കോടതി പറഞ്ഞു. പോക്സോ ആക്ടും IPC പ്രകാരമുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തിയായിരുന്നു വിധി പ്രസ്താവ്യം. സെക്ഷൻ 42 പോക്സോ ആക്ട് പറയുന്ന ഓൾട്ടർനേറ്റീവ് പണിഷ്മെന്റ് ഏതിലാണോ ഗ്രേറ്റർ പണിഷ്മെന്റ് പറഞ്ഞിട്ടുള്ളത്, IPCയിലോ പോക്സോയിലോ വേറെ ഏതെങ്കിലും ആക്ടിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്ന് സെക്ഷൻ 42 പോക്സോ ആക്ട് പറയുന്നുണ്ട്. അത് പ്രകാരമുള്ള ശിക്ഷയാണ് ആ 2 പ്രധാനപ്പെട്ട ശിക്ഷ എന്ന് പറയുന്നത്. അത് ജീവിതാവസ്ഥ, അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ്, നിങ്ങൾക്കറിയാലോ, ജീവപര്യന്തം തടവ്. 2019 കേസിന് ആസ്പദമായ സംഭവം. തുടർ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്ത് കൊച്ചി കലൂരിലുള്ള വീട്ടിലെ ജീവനക്കാരിയുടെ മകളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ്. പുരാവസ്തു തട്ടിപ്പ് കേസിൽ മോൻസൺ പിടിയിലായതോടെയാണ് പെൺകുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോക്സോ കേസിലും മോൻസണിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിലവിലെ കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും കോടതി വിധി ഗൗരവമുള്ളതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP YR റസ്റ്റീം 4 റേപ്പ് കേസുകൾ എടുത്തിരുന്നു. ആ 4 കേസുകൾ നമ്മൾ വിത്തിൻ 60 ഡേയ്സ് നമ്മൾ ചാർജ് കൊടുത്തു. ചാർജ് കൊടുത്തപ്പോൾ അന്ന് തന്നെ നമ്മൾ എല്ലാ തരത്തിലുള്ള ലൂപ്പ് ഹോൾസും അന്ന് അടച്ചിട്ടാണ് ചാർജ് കൊടുത്തത്. അതേസമയം വിധിക്ക് ശേഷം പുറത്തിറങ്ങിയ മോൻസൺ വിധി മാനിക്കുന്നുവെന്നും അപ്പീൽ പോകുമെന്നും പറഞ്ഞു. 2018 ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ആ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അത് അതിന്റെ അകത്ത് എല്ലാ തെളിവുകളും 25 ഒരിക്കലുമല്ല. 2022 മാർച്ച് മാസത്തിലായിരുന്നു കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. നിലവിൽ മോൻസനെതിരെ മറ്റ് 2 പീഡന കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും വിചാരണ നടപടികൾ തുടങ്ങിയിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് K സുധാകരന് പങ്കില്ലെന്ന് ആവർത്തിച്ച് മോൻസൺ മാവുങ്കൽ. പോക്സോ കേസിൽ കോടതിയിൽ ഹാജരാക്കുമ്പോഴായിരുന്നു മോൻസന്റെ ആദ്യ പ്രതികരണം. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ മോൻസനോട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. 2018 മുതലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കൂ എന്നായിരുന്നു മറുപടി. 2018 ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ആ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അത് അതിന്റെ അകത്ത് എല്ലാ തെളിവുകളും 25 ഒരിക്കലുമല്ല. സുധാകരൻ ഞാൻ ഈ കേസിൽ ഇടപെട്ട മുഖ്യമന്ത്രി ഓഫീസിൽ വ്യക്തി ആരാണ്? അതല്ല, അത് 2018 താങ്കളുടെ ആരോപണമായിരുന്നു. അത് EDയുടെ അന്വേഷണം ഇരിക്കുന്നതുകൊണ്ട് EDക്ക് കുറച്ച് തെളിവുകൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതെ, പക്ഷെ ED എന്നോട് അത് കഴിഞ്ഞ് പറഞ്ഞു തെളിവുകൾ എടുക്കേണ്ടതുണ്ട്. ഒരു കാര്യവും പറയുന്നു. അത് നിങ്ങൾ അറിയും. വളരെ ഷോർട്ട്ലി ഈ കേസിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇതില് സുരേന്ദ്രനും അതെല്ലാം പിന്നീട് അറിയും. പിന്നീട് എന്താണ് നേരിട്ട് പൈസ വാങ്ങിച്ചു എന്നോടൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു. എത്രമാത്രം സത്യമുണ്ട്? ആലപ്പുഴ SFIയിലും വ്യാജ ഡിഗ്രി വിവാദം. കായംകുളം MSM കോളേജിലെ 2ാം വർഷ MCOM വിദ്യാർത്ഥി നിഖിൽ തോമസിനെതിരെയാണ് പാർട്ടി നടപടി. SFI ജില്ലാ കമ്മിറ്റി അംഗവും കായംകുളം ഏരിയ സെക്രട്ടറിയുമായ നിഖിലിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി. നിഖിൽ BCom പാസ്സായിട്ടില്ലെന്ന മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരാതിയിലാണ് നടപടി. അതേസമയം ഈക്വലന്റ് സർട്ടിഫിക്കറ്റ് നൽകുക മാത്രമാണ് ചെയ്തതെന്നും മാർക്ക് ലിസ്റ്റ് അടക്കം പരിശോധിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം കോളേജിനെന്നുമാണ് സർവകലാശാലയുടെ വിശദീകരണം. SFI കായംകുളം ഏരിയ സെക്രട്ടറിയും കായംകുളം MSM കോളേജ് 2ാം വർഷ MCOM വിദ്യാർത്ഥിയുമായ നിഖിൽ തോമസിനെതിരെയാണ് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് ആരോപണത്തിൽ നടപടിയെടുത്തത്. 2017-20 കാലയളവിൽ MSMൽ BCom ബിരുദ വിദ്യാർത്ഥിയായിരുന്ന നിഖിൽ പരീക്ഷയിൽ വിജയിച്ചിരുന്നില്ലെന്നും MCOM പ്രവേശനത്തിനായി ഹാജരാക്കിയത് അതേ കാലയളവിൽ തന്നെ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നുവെന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്നുമാണ് SFI ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വിദ്യാർത്ഥി പരാതിയിൽ ഉന്നയിച്ച ആരോപണം. 2019 മുതൽ കലിംഗയിൽ പഠിച്ചിരുന്നുവെന്നാണ് നിഖിലിന്റെ വാദം. എന്നാൽ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിന് അഡ്മിഷൻ നേടണമെങ്കിൽ പഠിക്കുന്ന കോളേജിൽ നിന്നുള്ള TCയോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റോ നിർബന്ധമാണ്.
MSMൽ റെഗുലർ വിദ്യാർത്ഥിയായിരുന്ന നിഖിൽ ഇതെങ്ങനെ നൽകിയെന്ന ചോദ്യവും ഉയരുന്നു. മാത്രമല്ല, ഈ കാലയളവിലാണ് MSM കോളേജിനെ പ്രതിനിധീകരിച്ച് നിഖിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് CPM നേതൃത്വവും SFIയും ആവശ്യപ്പെട്ടപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് നിഖിലിന് ഹാജരാക്കാനായത്. ആള് ഈ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു, അവിടെ പരീക്ഷ എഴുതിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയായ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത്. ആ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അദ്ദേഹത്തോട് ഞങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിശോധിക്കണം. സ്വാഭാവികമായിട്ട് ഡോക്യുമെന്റ് കിട്ടിയതിന് ശേഷമാണല്ലോ നമുക്കത് പരിശോധിച്ച് ഒറിജിനൽ ആണോ ഇനി ഫാബ്രിക്കേറ്റഡ് ആണോ ഫേക്ക് ആണോ എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയും. ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ കയ്യിലേക്ക് അത് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങും, പരിശോധിക്കും. ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് നൽകിയതല്ലാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം MSM കോളേജിന്റേതാണെന്ന നിലപാടിലാണ് കേരള യൂണിവേഴ്സിറ്റി. MSM കോളേജ് യൂണിയൻ ഭാരവാഹിയായതുൾപ്പെടെ കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പരിചിതനായ വ്യക്തിയാണ് നിഖിൽ തോമസ്. അങ്ങനെയുള്ള നിഖിൽ തോമസ് BCom റെഗുലർ വിദ്യാർത്ഥിയായി അവിടെ തന്നെ തുടരെ എങ്ങനെയാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റുമായി MCOMന് പ്രവേശനം നേടിയതെന്ന് വിശദീകരിക്കേണ്ടത് MSM കോളേജ് അധികൃതരാണ്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ടിക്കറ്റ് വിവാദങ്ങളിൽ നിയമ പോരാട്ടത്തിനാണ് KSUവിന്റെ നീക്കം. പരാതിയുമായി ഗവർണറെ സമീപിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ന്യൂസ് 18നോട് പറഞ്ഞു. വ്യാജരേഖ കേസിൽ വിദ്യയെ പിടികൂടാതെ 12ാം ദിനവും. വിദ്യ വടക്കൻ കേരളത്തിലുണ്ടെന്നാണ് സൂചന. എന്നാൽ പോലീസിന് ഇതുവരെ വിദ്യയെ കണ്ടെത്താനായിട്ടില്ല. സർക്കാരിന് മാധ്യമങ്ങളോട് അസഹിഷ്ണുതയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദൈവം പോലും വിമർശിക്കപ്പെടുന്നു, പക്ഷേ ഭരണാധികാരികളെ വിമർശിക്കാൻ പാടില്ല. ഗീബൽസിന്റെ ആധുനിക രൂപമാണ് PR ഏജൻസികൾ. തിരുവനന്തപുരത്തും ഡൽഹിയിലും ലോകത്തെ പല സ്ഥലങ്ങളിലും ഏകാധിപതികൾ ഇത് ഉപയോഗിക്കുന്നതായും VD സതീശൻ പറഞ്ഞു. ശബ്ദിക്കുന്നവരുടെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റേതെന്ന് K മുരളീധരൻ MP. ഓരോ ദിവസവും ഓരോ മാധ്യമങ്ങൾക്കെതിരായ അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത്. LDFനുള്ളിൽ ഇക്കാര്യത്തിൽ അസ്വസ്ഥതയുണ്ടെന്നും K മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ പേവിഷബാധയേറ്റ് യുവതി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി സ്റ്റെഫിൻ B പെരേരയാണ് മരിച്ചത്. നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ് നഖം കൊണ്ട് മുറിവേറ്റത്. സ്ഥിരമായി തെരുവ് നായ്ക്കൾക്ക് സ്വന്തം വീട്ടിൽ ഭക്ഷണം സ്റ്റെഫിൻ നൽകിയിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിനിടെയാണ് സ്റ്റെഫിന് നായയുടെ നഖം കൊണ്ട് മുറിവേറ്റത്. സഹോദരനൊപ്പം കൂട്ടിരിപ്പുകാരിയായി 7-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. 9-ാം തീയതിയോടെ സ്റ്റെഫിൻ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഇതോടെ ഡോക്ടർമാർ സ്റ്റെഫിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടെ നായ ശരീരത്തിൽ മാന്തിയ വിവരം സ്റ്റെഫിൻ ഡോക്ടർമാരോട് പറയുന്നത്. 11-ാം തീയതി രാവിലെ അക്രമാസക്തിയായ യുവതിയെ ICUവിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വൈകിട്ടോടെ മരിച്ചു. പേവിഷബാധയാണ് മരണകാരണമെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടാണ് സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം തിരൂരങ്ങാടിയിൽ വിദ്യാർത്ഥിയെ ഓടിച്ചു കടിക്കാൻ തെരുവുനായയുടെ ശ്രമം. KC റോഡിലെ മദ്രസയിലേക്ക് പോവുകയായിരുന്ന 3-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തെരുവുനായ ആക്രമിക്കാൻ ശ്രമിച്ചത്. നിലവിളി ശബ്ദം കേട്ട് തൊട്ടടുത്ത വീട്ടിലുള്ളയാൾ നായയെ ഓടിച്ച് കുട്ടിയെ രക്ഷിച്ചു. കൊല്ലം നിലമേലിൽ കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച മുഹമ്മദ് റാഫി പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നതായി ബന്ധുക്കൾ. പേവിഷബാധയേറ്റാണ് മരണമെന്ന് ഇന്നലെയാണ് സ്ഥിരീകരിച്ചത്. പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടും വനം വകുപ്പോ ആരോഗ്യവകുപ്പോ ഇടപെട്ടില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കഴിഞ്ഞ മാസം 22-നാണ് കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ മുഹമ്മദ് റാഫിക്ക് പരിക്കേറ്റത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെങ്കിലും പനിയും ഛർദിയും രൂക്ഷമായതോടെയാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. കാട്ടുപൂച്ചയുടെ കടിയേറ്റ വിവരം ഡോക്ടറെ ധരിപ്പിച്ചിട്ടും സാധാരണ പനിയുടെ ചികിത്സ മാത്രമാണ് ആദ്യം നൽകിയത് എന്ന് ബന്ധുക്കൾ പറയുന്നു. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കൂടിയതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ അയച്ചത്. ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. അതെല്ലാം നോർമൽ പനിയായ ഒരാൾ പോകുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ രീതിയിലുള്ള പരിശോധന മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു വലിയ വീഴ്ചയാണ്. കാരണം ഇങ്ങനെ ഒരു ബൈറ്റ് ഉണ്ടായിട്ട് പോലും അതിനെതിരെ ഒരു പേവിഷബാധ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിൽ പോലും അവരത് കെയർ ചെയ്തില്ല. കെയർ ചെയ്യാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നു.
അപ്പോൾ അത് ഈ അദ്ദേഹം അങ്ങനെ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മുഹമ്മദ് റാഫി ആന്റി റാബിസ് വാക്സിൻ 3 ഡോസ് എടുത്തിരുന്നു. 4ാം ഡോസ് 19-ാം തീയതി എടുക്കാനിരിക്കെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് റാഫി മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും അയച്ച സാമ്പിൾ പാലോട് SIADയിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണെന്ന് ജനപ്രതിനിധികളും പറയുന്നു. ആരോഗ്യവകുപ്പും വനംവകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും ബോധവൽക്കരണം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊല്ലം. കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി വാർഡിൽ സ്ത്രീയെ പാമ്പ് കടിച്ചു. രോഗിക്കൊപ്പം വന്ന ചെമ്പേരി സ്വദേശി ലതയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. ലതയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേ വാർഡിൽ നിലത്ത് കിടക്കുന്നതിനിടെയാണ് പാമ്പ് കടിച്ചത്. ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു സംഭവം. ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃശൂർ അത്താണിയിൽ കന്നാസിൽ പെട്രോളുമായി എത്തി ബാങ്കിന് തീയിടാൻ യുവാവിന്റെ ശ്രമം. ഫെഡറൽ ബാങ്കിന്റെ അത്താണി ശാഖയിൽ ഇന്ന് വൈകിട്ട് 4:30യോടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി പുതുരുത്തി സ്വദേശി ചിരിയൻകണ്ടത്ത് വീട്ടിൽ ലിജോയാണ് പരാക്രമം നടത്തിയത്. യുവാവ് മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. ഒരാൾ സഞ്ചിയും പിടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ നോർമലി കസ്റ്റമേഴ്സ് സഞ്ചി കൊണ്ടുവരുന്ന നമ്മളത് ശ്രദ്ധിക്കില്ല. ഇവിടെ വന്നപ്പോൾ എന്താ സാറിന് ചോദിച്ചപ്പോൾ അയാൾ നേരെ അതിൽ നിന്ന് ഒരു പെട്രോളിന്റെ ക്യാൻ എടുത്ത് അസിസ്റ്റന്റ് മാനേജറുടെ മേത്തേക്ക് മുഴുവൻ അല്ലെങ്കിൽ മേത്തേക്കും ഫുള്ള് പെട്രോൾ വെച്ച് തൊട്ട് പുറകെ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്രോൾ കണ്ടപ്പോൾ നമ്മളെ പാനിക്കായി കത്തിക്കും, നമ്മൾ നിങ്ങളെല്ലാവരും കത്തിക്കും, ഞാൻ ബാങ്ക് റോബറി ചെയ്യാൻ വന്നാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നാണ്, താക്കോലെല്ലാം എടുത്ത് ആരെയും ഫോൺ വിളിക്കാൻ പറ്റില്ല, ഫോൺ തിരിച്ചതാ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മറ്റ് ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ്. ബിപ്പോർ ജോയ് ചുഴലിക്കാറ്റ് രാജസ്ഥാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നു. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററാണ്. രാജസ്ഥാനിൽ ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറിയെങ്കിലും ഗുജറാത്ത് തീരത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചുഴലിക്കാറ്റ് നാശം വിതച്ച ഗുജറാത്തിലെ കച്ചിൽ സന്ദർശനം നടത്തി. ചുഴലിക്കാറ്റ് വീശിയ മാണ്ഡ്വി ജില്ലയിലും അമിത്ഷാ സന്ദർശനം നടത്തി. ആശുപത്രിയിൽ കഴിയുന്നവരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി കണ്ടു. മണിപ്പൂരിൽ 1 മാസത്തിലേറെയായി തുടരുന്ന സംഘർഷങ്ങൾ കയവില്ല. രാത്രിയിലും ഇന്നും പുലർച്ചെയും പലയിടത്തും വെടിവയ്പും സ്ഫോടനവും ഉണ്ടായി. അക്രമികൾ പോലീസ് വേഷത്തിൽ എത്തിയേക്കാമെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സൈന്യവും അർദ്ധസൈന്യവും ദ്രുതകർമ്മസേനയും പോലീസും ഒന്നിച്ചിറങ്ങിയിട്ടും മണിപ്പൂരിൽ ശമനമില്ലാതെ സംഘർഷം തുടരുകയാണ്. ഇന്നലെ രാത്രിയിൽ വിവിധ സേനാ വിഭാഗങ്ങൾ ഇംഫാൽ ഈസ്റ്റിൽ നടത്തിയ ഫ്ളാഗ് മാർച്ചിന് ശേഷവും സംഘർഷത്തിന് അയവില്ല. മണിപ്പൂർ സർവകലാശാലയ്ക്കും ഇംഫാൽ ഈസ്റ്റിലെ ആശുപത്രിക്ക് സമീപവും 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടി ആക്രമണത്തിന് തയ്യാറെടുത്തെന്നാണ് റിപ്പോർട്ടുകൾ. അക്രമകാരികൾക്ക് നേരെ ദ്രുതകർമ്മസേന റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. ഇംഫാൽ വെസ്റ്റിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തടിച്ചുകൂടിയ 400-ലേറെ പേരെ സേന തുരത്തി. BJP സംസ്ഥാന അധ്യക്ഷയുടെ വീടിന് നേരെ അക്രമികൾ എത്തിയെങ്കിലും സൈന്യം തടഞ്ഞു. ബിഷ്ണുപൂർ ജില്ലയിലെ മൊയ്റാങ്ങിൽ പോലീസ് യൂണിഫോം തയ്യാറാക്കാൻ അക്രമികൾ തുന്നൽക്കാരെ സമീപിച്ചെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. പോലീസ് വേഷത്തിൽ അക്രമകാരികൾ എത്തിയേക്കാമെന്നാണ് മുന്നറിയിപ്പ്. സംഘർഷം കനത്തതോടെ മണിപ്പൂരിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ ചരക്കുനീക്കം നിലച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി വിഷയത്തിൽ ഇടപെടാത്തതിൽ വിമർശനവും ശക്തമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മണിപ്പൂർ വിഷയത്തിൽ പ്രതിപക്ഷത്തെ കാണാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ്. മണിപ്പൂരിൽ നിന്നുള്ള പ്രതിപക്ഷ സംഘം 3 ദിവസമായി ഡൽഹിയിൽ തുടരുകയാണ്. പ്രധാനമന്ത്രി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ അവഗണിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. സംഘർഷത്തിന് കാരണം BJPയുടെ പ്രത്യയശാസ്ത്രമാണ്. 2001 സംഘർഷമുണ്ടായപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി പ്രതിപക്ഷത്തെ കണ്ടെന്നും ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പ്രവേശന അഭ്യൂഹങ്ങൾ ശക്തമാക്കി നടൻ വിജയ് പൊതുവേദിയിൽ. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് താരം പങ്കെടുത്തത്. പണം വാങ്ങി വോട്ട് ചെയ്യരുതെന്ന് രക്ഷിതാക്കളോട് പറയണമെന്ന് വിജയ് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. സോഹൻ സേനുലാൽ സംവിധാനം ചെയ്യുന്ന ഡാൻസ് പാർട്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഇവരാണ്. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 5500 രൂപ, പവന് 44,000 രൂപ, വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3507 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.